എല്ലാവർക്കും നമസ്കാരം. മലയാളികളുടെ ഒരിഷ്ടപ്പെട്ട സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഇതിനായി തൊലി കളഞ്ഞ 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ രീതിയിൽ വലിയ പഴമാണെങ്കിൽ 4 സ്ലൈസായും ചെറുതാണെങ്കിൽ 3 സ്ലൈസായും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പഴമെല്ലാം കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാനായി മൈദ 1 കപ്പ് എടുക്കുക. മുട്ട 1 എണ്ണം പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റാം. 1/2 കപ്പോളം പഞ്ചസാര നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 4 ഏലക്കായ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ചൊഴിച്ചു വെച്ച മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി അടിച്ചെടുക്കാം. ഇത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സ്പൂണോ വിസ്കോ യൂസ് ചെയ്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി 1 നുള്ള് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിലോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ട പിടിക്കാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പഴംപൊരിക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾ, ഏകദേശം 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ പഴംപൊരി സോഫ്റ്റ് ആവുകയുള്ളൂ. ഈ മിക്സിൽ അധികം വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. വെള്ളം കുറഞ്ഞു പോയാൽ കുറച്ച് ബാറ്റർ മാത്രമേ പുറത്ത് പറ്റിപ്പിടിക്കുള്ളൂ. കൂടിപ്പോയാൽ കുറേ ബാറ്റർ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് വാട്ടർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൂടാനോ കുറയാനോ പാടില്ല. ഇനി ഇത് ഏകദേശം 20 മിനിറ്റോളം മാറ്റിവെക്കുക. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റൗ ഓണാക്കിയ ശേഷം പഴം പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പഴം നന്നായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം എണ്ണയൊഴിക്കാൻ. പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എണ്ണയുടെ അളവിൽ മാറ്റം വരുത്താം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടാകും വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായ ശേഷം പഴം ഓരോന്നായി ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ട് ഇടാവുന്നതാണ്. തിളച്ച എണ്ണയിലോട്ട് ഓരോന്നായി ഇടുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എണ്ണയുടെ ചൂട് കൂടുമ്പോൾ പഴംപൊരിയുടെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. പഴംപൊരിയുടെ 2 സൈഡും കളർ മാറിക്കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുഞ്ഞഭിപ്രായം കമൻറ്റ് ബോക്സിൽ പതിച്ചേക്കണേ. താങ്ക് യു.